ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീണു. ഒരു പ്രണയമായിരുന്നു അന്ന് നീ എനിക്ക്. ഒരു ചിരിയിൽ നീ അതിൻ്റെ വേദന എന്നെ അറിയിക്കവേ, എന്നുള്ളം ഒരു മഞ്ഞുകണം പോലെ ഉരുകി അലിയവേ. നീ എൻ്റേതാകുവാൻ ഞാനെന്നും ഒരുപാട് കൊതിക്കുന്നു സഖി. നിനക്കായി ഈ ജന്മം മുഴുവൻ കാത്തിരിക്കും ഞാൻ, മഴ കാത്തു കഴിയുന്ന വേഴാമ്പലിനെ പോലെ. പ്രണയിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ആ ആൾക്ക് വേണ്ടി ഇങ്ങനെ തന്നെയാണ് കാത്തിരിക്കുക. എന്തൊക്കെയാണ് അയാളെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുക? അയാളുടെ അടുത്തായിരിക്കാൻ വേണ്ടി, അയാളുമായി ഒന്നാകാൻ വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്യാനാണ് നമ്മൾ തയ്യാറാവുക? ഇതൊക്കെയാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ആ പ്രണയം കിട്ടുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ്. സ്റ്റിൽ പ്രണയത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. കൂടെ റീണു. ഇഷ്ടപ്പെടുന്ന ആളെ ആദ്യമായിട്ട് കണ്ടത് ഓർക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഓർക്കും. ചിലരൊക്കെ അവിചാരിതമായി കണ്ടുമുട്ടുന്ന ഒരു സംഭവമായിരിക്കും. ചിലതൊക്കെ ചില വഴക്കുകളിലൂടെ, ചില പ്രണയങ്ങളെ ചില ചമ്മലുകളിലൂടെ. കണ്ടുകൊണ്ടേൻ കണ്ടിട്ടുണ്ടോ? അതിൽ തബു അജിത്തിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു സീനുണ്ട്. കുറച്ചധികം ചമ്മലാണല്ലേ. പക്ഷെ അതിന് ശേഷം അവരൊന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ പ്രണയത്തിൻ്റെ തുടക്കം. அன்னைக்கு நீங்க மாடிப்படியில கண்ணில் தண்ணீர், டியர்ஸ், பியூட்டிஃபுல் டியர்ஸ். மறுபடியும் ஆரம்பிக்காதீங்க. நீங்க என்ன சொல்ல வரீங்கன்னு தெரியுது. ஆனா எனக்கு இந்த காதல் கத்திரிக்கைலாம் பிடிக்காது. உங்க மௌனத்துல கவிதை இருக்கு, புன்னகையில ஓவியம் இருக்கு, அமைதியில பாட்டு இருக்கு. அதுதான் உங்களுக்கு அழகே. இல்ல இல்லை சொல், ஒரு குணம் போதும், இல்லை என்று சொல்லி താങ്ങുവതെന്താ? പ്രണയത്തിലാകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയാണല്ലേ, ഒരു പോയിട്ടൊക്കെ ആയി പോവും. ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിട്ട് ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ പറ്റൂ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. പിന്നാലെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ഇത് തന്നെയല്ലേ, ആരാ അത്? எதுக்கா என் பின்னால சுத்துறாரு? திட்டன போல இருக்கு. முழு മനസ്സിലാ திட்ட முடியல. സിനിമാക്കാരൻ നമ്പലാമാ? ചോദിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ മനസ്സിനുള്ളൊരു പ്രണയം മുട്ടിട്ട് കഴിഞ്ഞു. ஆனா அவரை பார்த்தா മനസ്സുക്കുള്ള സന്തോഷമാ இருக்கு. കണ്ടുകൊണ്ടേനല്ലേ തബുവിന്റെ ഡയലോഗ്സ് ആയത്. കുറച്ച് ദേഷ്യപ്പെട്ടു, എനിക്കിതിൽ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഇൻ ദി എൻഡ് ഷീ ഈസ് ഇൻ ലവ്, മാഡ്ലി, ഡീപ്ലി ഇൻ ലവ്. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. சிரிக்கிறீங்க. ப்ளீஸ் சே எஸ் ஆர் നോ. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടേനല്ലേ റൊമാൻറ്റിക് ഡയലോഗ്സ്. என்னால ஒன்றும் சொல்ல முடியாது. അമ്മ കിட்ட വന്ന് പേസ. അയ്യോ, പിന്നല്ലാതെ ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ വീട്ടിൽ വന്ന് അച്ഛനും അമ്മയുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞോ, അതെങ്ങനെ ശരിയാവും? அம்மா கிட்ட பேசுறதுக்கு முன்னாடி நான் ஒரு படம் பண்ணி ஆகணும், உலகத்துக்கு என்ன நிரூபிச்சு காட்டணும். அது வரைக்கும் உங்களை காத்திருக்க சொல்றதுக்கு எனக்கு உரிமை கிடையாது. ஆனா ஒரே ஒரு வருஷம் எப்படியாவது ஒரு சான்ஸ் பிடிச்சு படத்தை முடிச்சுட்டு ஓடி வந்துடுறேன். இந்தாங்க 3 ടൈറ്റിൽ, ഇതിൽ ഏതാவது ഒന്ന് ചൂസ് பண்ணுங்க. അവനൊരു വലിയ സിനിമാക്കാരനായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഒരു ടൈറ്റിൽ അവളോട് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അവൾ ടൈറ്റിൽ ചൂസ് ചെയ്യും. പക്ഷേ ഈ ഒരു ടൈറ്റിൽ അവരുടെ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യം അർഹിക്കുമെന്ന്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്ന് ഇപ്പം നമുക്ക് തോന്നത്തില്ല കേട്ടോ. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക. അതിലൊരുപാട് കാര്യമുണ്ട്. അവരുടെ പ്രണയം അതുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.